ട്രേഡേഴ്സ് ഞാൻ വിചാരിച്ചു ഇന്ന് എവിടെയെങ്കിലും വെളിയിൽ പോയിരുന്ന് ട്രേഡ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ CCDയിൽ എത്തിയിട്ടുണ്ട്, കഫേ കോഫി ഡേയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലാപ്പും ജേണലെല്ലാം റെഡിയാണ്. നമുക്ക് ജസ്റ്റ് അകത്ത് കയറാം. ട്രേഡേഴ്സ് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്രസ്സോയും ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടൻ ചായ. ഇവരുടെ കേക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇവരുടെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അതെ ഇവിടെ ഒരു കോർണറിൽ ജസ്റ്റ് ഒരു സീറ്റിൽ ഞാൻ നമ്മുടെ ലാപ്പും ജേണലും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9-9:15 കഴിഞ്ഞിട്ടുണ്ട്. സോ അതാ ഇവിടെ ഇരുന്ന് ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇവരിപ്പോൾ തുറന്നേ ഉള്ളതെന്ന് തോന്നുന്നു. ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ലാപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജേണലും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്യണം. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദി ചാർട്ട്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മളുടെ ലൈനിനെ താഴത്തോട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഇവിടെ നിന്നൊരു പുട്ട് സൈഡ് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 586 നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഫോള് താഴത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു 38 പോയിൻറ്റ്സിൻ്റെ ഒരു ഓക്കെ. അത്രയും വലിയ ഫോള് കിട്ടിയിട്ടും പ്രീമിയത്തിൽ വലിയൊരു സ്പൈക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ, എനിവൈസ് കണ്ടോ, അത്രയും നല്ലൊരു ഫോള് കിട്ടിയിട്ടും ഒരു സ്പൈക്ക് മീൻസ് അത്രയും നല്ലൊരു സ്പൈക്ക് കിട്ടിയിട്ടും പ്രീമിയത്തിൽ ഒരു റൈസ് ഉണ്ടായില്ല. ഇത് കണ്ടോ. ഓക്കെ, എനിവൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻഡക്റ്റ് ആയിരിക്കും, കിട്ടിയാലും ഇല്ലെങ്കിലും. 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ്. കണ്ടോ, അത്രയും വലിയൊരു സ്പൈക്ക് ഉണ്ടായിട്ട് പോലും നമ്മളുടെ പ്രീമിയം ഇപ്പോഴും നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഓക്കെ, അതൊക്കെ ചില ദിവസങ്ങളിലുള്ളതാണ്, നോ ഇഷ്യൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് ഏകദേശം നമ്മുടെ ലൈനിനെ വന്ന് റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുന്ന് മേളിലോട്ട് വല്ലതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ലോസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുത്തേക്കാം. 548ഉം 549ഉം 586 നമുക്ക് എൻട്രി കിട്ടിയത്. ഓക്കെ, നമ്മുടെ 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു 2000-ൻ്റെ ലോസ് റണ്ണിങ് ആണ്. ഏതായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഓർഡർ ചെയ്ത നമ്മളുടെ എക്സ്പ്രസ്സോയും സാൻഡ്വിച്ചും വന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് പൊട്ടറ്റോ ചിപ്സും ഒരു സാൻഡ്വിച്ചും തന്നിട്ടുണ്ട്. ചീസ് ലെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോസും കുറച്ച് ഒനിയനും ഒക്കെ ഇട്ടിട്ടുണ്ട്. എക്സ്പ്രസ്സോ എന്നും പറഞ്ഞ് നമ്മൾ ഒരു കട്ടൻ ചായയാണ് ഓർഡർ ചെയ്തത്, അതും വന്നിട്ടുണ്ട്. അത് ഒട്ടും കൊള്ളില്ല. ഞാനൊന്ന് സിപ്പ് എടുത്തു. ഒരു 30 ml അന്യായ റേറ്റുമാണ്, ഒടുക്കത്തെ റേറ്റും. വലിയ സുഖമില്ല, ഭയങ്കര കയ്പ്പ്. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് ആക്കിയേക്കാം. 636 നമ്മളുടെ ടാർഗറ്റ്. സെയിം നമ്മൾ വയ്ക്കുന്ന സെയിം പോർഷനാണ്. ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ ആണ്. ഇപ്പോൾ ഒരു 607 608 കാണിക്കുന്നുണ്ട്. ചെറിയ ഒരു 636 ആണ് നമ്മുടെ ടാർഗറ്റ്. 50 പോയിൻറ്റ്സിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 2000 പ്രോഫിറ്റ് പറയുക. ഞാനൊരു 1500 കണ്ടപ്പോൾ 2000 എന്ന് പറയുകയും ജസ്റ്റ് 2000 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേസ് ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഫോൾ കിട്ടി. നമ്മളുടെ സ്പോട്ടിൻ്റെ ചാർട്ടിന് ഇത്രയും ഫോൾ കിട്ടി. ഇനിയിപ്പോൾ ഏതായാലും എന്നിട്ടും നമ്മളുടെ പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് വരുന്നില്ല ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ് സ്പോട്ടിൻ്റെ ലെവൽ വെച്ച് നമ്മളുടെ ടാർഗറ്റ് അച്ചീവായി, പക്ഷേ പ്രീമിയം വൈസ് നമ്മൾ ഇതുവരെ അച്ചീവ് ആയിട്ടില്ല. സോ ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ കൂടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏതായാലും ട്രെയിൽ ചെയ്തേക്കാം. നമ്മുടെ ഇത്രയും ദൂരം വന്നിട്ട് പോലും നമ്മളുടെ പ്രീമിയത്തിൽ ഒരു സ്പൈക്ക് നമുക്ക് കിട്ടുന്നില്ല. അത് രാവിലെ മോർണിംഗ് തൊട്ട് അങ്ങനെയായിരുന്നു. ഓക്കെ, എനിവേസ് നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. സോ ഇനിയിപ്പോൾ ഈ ട്രേഡിൽ മാർക്കറ്റ് തിരിച്ചൊരു റിട്രേസ്മെൻറ്റോ വല്ലതിനും വേണ്ടി മേളിലേക്ക് പോയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ലോസ് ഉണ്ടാകത്തില്ല. ഓക്കെ, 592 591 ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ആയതാണ് എന്നിട്ടും. ഓക്കെ, നോ ഇഷ്യൂ. ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലും ഫോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് പോവുകയാണെങ്കിലും ഓക്കെ, നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഏതായാലും നമുക്ക് പാക്കപ്പ് ചെയ്യാം, നോക്കാം. ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡ് ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അവിടുന്ന് പാക്കപ്പ് ചെയ്ത് ഞാൻ എൻ്റെ ഓഫീസിലെത്തി. ഓക്കെ, ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തത് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ട്രേഡ് കിട്ടിയത്. 48,100 കോൾ ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത്. നമുക്ക് എൻട്രി കിട്ടിയത് 661.43 ജസ്റ്റ് ഇപ്പോൾ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ജസ്റ്റ് നമ്മുടെ എൻട്രി പോയിൻറ്റും ടാർഗറ്റ് ഏരിയയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എൻട്രി കിട്ടിയത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടുന്നുണ്ട്, നോ ഇഷ്യൂ. ഓക്കെ, നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് ലൈനിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ജസ്റ്റ് തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കും. ഗ്രീൻ ലൈൻ കാണുന്നുണ്ടല്ലോ അല്ലേ, അത് നമ്മളുടെ 940 ഫിബോയുടെ ലൈനാണ്. അപ്പോൾ അതിനെയും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമ്മളുടെ ടാർഗറ്റ് അച്ചീവബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഇപ്പോൾ ഏകദേശം എത്ര പോയിൻറ്റ്സിൻ്റെ ഒരു 35 പോയിൻറ്റ്സ് സ്പോട്ടിൻ്റെ ചാർട്ടിൽ ഒരു 35-40 പോയിൻറ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് 661 കിട്ടിയത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 711. ഓക്കെ, 711 ആണ് നമ്മളുടെ ടാർഗറ്റ് ചെയ്തത്. 705. ഓക്കെ, 705 കാണിച്ചു. 711 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. നമ്മുടെ ലൈനിനെയും കൂടെ അപ്സൈഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് ഇല്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് റിവേഴ്സ് ആവുമെന്ന്. ഇനിയിപ്പോൾ റിവേഴ്സ് ആയാൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 0 ആയിരിക്കും. ഇപ്പോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, 705 708 കാണിച്ചു. ഓക്കെ, 70 ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആവുന്നത്. വീണ്ടും 700. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സിൻ്റെ അടുത്തെത്തിയിട്ടാണ് മാർക്കറ്റ് എഗെയിൻ ഇത് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ഇപ്പം ഇത്രയും വന്ന് നമ്മുടെ ലൈനിനെയും കൂടെ ബ്രേക്ക് ചെയ്ത് സ്ഥിതിക്ക് ഇനി താഴത്തോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, താഴത്തോട്ട് വന്നാലും കുഴപ്പമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്, നോ ഇഷ്യൂ. നമ്മൾ കോസ്റ്റിൽ തന്നെ ഇറങ്ങും. സോ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ഇത്. ഇനിയിപ്പോൾ എനിക്ക് വേറെ കുറച്ച് ജോലിയുണ്ട്. സോ നോ ഇഷ്യൂ. ഇപ്പോൾ ഒരു 3000+ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് നിന്ന് ഇറങ്ങുന്നത് ശരിയല്ല, കണ്ടോ. ലൈനെ ബ്രേക്ക് ചെയ്തായിരുന്നു, അത് തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് വന്നു. CPRൻ്റെ R1നെയും കൂടെ ബ്രേക്ക് ചെയ്തു. അവിടെയാണ് പ്രശ്നം. എല്ലാവരും കാണുന്ന ഒരു റെസിസ്റ്റൻസിനെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ അതിനെ റെസ്പെക്റ്റ് ചെയ്യാതെയാവും, മനസ്സിലായോ. താഴത്തോട്ട് വരാൻ തുടങ്ങും. ദാറ്റ്സ് ഓൾ. ഓക്കെ, നോ ഇഷ്യൂ. നമ്മളേതായാലും നമ്മളുടെ ടാർഗറ്റും നമ്മളുടെ സ്റ്റോപ്പ് ലോസുമാണ് വച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു നല്ലപോലെ മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് വരുന്നുണ്ട്, റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. നോ ഇഷ്യൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമുക്ക് ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു റിജക്ഷനായി. നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഏതായാലും ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. ഇനിയിപ്പോൾ അവിടെ നിന്നൊരു റിജക്ഷൻ വെറും 8 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്ന് 5 പോയിൻറ്റ്സ് അല്ലേ, 5 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിട്രേസ് ചെയ്തത്. 708 വരെ കാണിച്ചേ, കണ്ട ആ ഒരു ക്യാൻഡിൽ തന്നെയാണ് റിജക്ഷൻ ക്യാൻഡിൽ മായേക്കണത്. സോ എഗെയിൻ കയറുന്നുണ്ട് തിരിച്ച്, നോ ഇഷ്യൂ. ഇനിയിപ്പോൾ തിരിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 700ൻ്റെ മേളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മളുടെ ടാർഗറ്റ് കൊടുക്കാം ട്രേഡേഴ്സ്. ഓക്കെ, ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് അഗെയിൻ മേളിലോട്ട് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വീണ്ടും നമ്മുടെ ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. 711. ഓക്കെ, 698 708 വന്നിട്ടാണ് മാർക്കറ്റ് തിരിഞ്ഞത്. ഓക്കെ, 696. ഓക്കെ, 700ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനില്ല. ഓക്കെ, പ്രാവശ്യം ഏതായാലും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. 698 697. ഓക്കെ, കമോൺ ഇന്ത്യ. നമ്മുടെ ലൈനിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 700. ഓക്കെ, ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 711 ആണ്. 700നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അഗെയിൻ ബാക്ക് ടു പവിലിയൻ. ഒരു 11 പോയിൻറ്റും കൂടെ തന്നാൽ സന്തോഷമായിട്ട് ഇറങ്ങിയേക്കായിരുന്നു. ഇന്നിപ്പോൾ എത്ര സമയമായി അല്ലേ. ഞാൻ ആ കഫേലിരുന്ന് ട്രേഡ് ചെയ്തപ്പോഴും ഒരുപാട് സമയം കൊണ്ടാണ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് തന്നെയാണെങ്കിലും ഹിറ്റായത്. ഓക്കെ, 707 708 അഗെയിൻ 708. ഓക്കെ, മാനുവലി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് 708ൻ്റെ മേളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല. മേ ബി അവിടെ കുറേ സെല്ലേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മാനുവലി ഇറങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ വച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് ലെവലിൽ നിന്നല്ലേ ഇറങ്ങേണ്ടത്. ഇനിയിപ്പോൾ 1 പോയിൻറ്റ് 2 പോയിൻറ്റ് വല്ലതും താഴ്ത്തി ജസ്റ്റ് അവിടെ നിന്ന് വലിയ റിവേഴ്സിലൊക്കെ വരുവാണെങ്കിൽ വേണമെങ്കിൽ ഇറങ്ങാമെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു ശരിയായ കാര്യമല്ല. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ടെൻഷനിൻ്റെ കാര്യമില്ല. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏതായാലും നമ്മുടെ ഇൻടാക്റ്റ് ആണ്. നമ്മുടെ വളരെ കോസ്റ്റിൽ തന്നെ നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് 708 വീണ്ടും പോയതാണ്. വീണ്ടും റിജക്ഷനാണ് അവിടുന്ന് കാണിക്കുന്നത്. നോ ഇഷ്യൂ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ട്രേഡേഴ്സ് മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ലക്ഷണമില്ല. 666 667 ആണ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് എൻട്രി കിട്ടിയ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് ആണ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വച്ചിരിക്കുന്നത്. എഗെയിൻ 2000ൻ്റെ താഴത്തെത്തി, അതാണ് 682. ഓക്കെ, കണ്ടോ നമ്മുടെ ലൈനെയും മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോസ്റ്റിൽ ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ടാർഗറ്റ് എത്താത്ത സ്ഥിതിക്ക്. സോ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ് കോസ്റ്റിൽ. മാർക്കറ്റ് അഗെയിൻ ബാക്ക് ടു അവർ കോസ്റ്റ്.
പ്രീമിയം വൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. ഇനിയിപ്പം നമ്മുടെ ലൈനെയും കൂടെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് വലിയൊരു ഇവിടുന്ന് ഒരു റിജക്ഷൻ ഒന്നും, കാരണം അത്രയും നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. സോ ഇനിയിപ്പോൾ പ്രീമിയം വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ, നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ്. താഴത്തോട്ട് വീണ്ടും മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ട്രേഡ് എൻഡായി. ഓക്കെ, താങ്ക് യു, ബൈ.